റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരം മിൽമയിൽ വൻ ഭൂമി തട്ടിപ്പിനും ശ്രമം. ഭരണസമിതി അറിയാതെ മോഡേൺ ഡയറി സ്ഥാപിക്കാനുള്ള സ്ഥലം ഏറ്റെടുക്കാൻ മാനേജിംഗ് ഡയറക്ടർ രാജ് ശ്രമിച്ചു. മോഡേൺ ഡയറി സ്ഥാപിക്കാൻ 10 ഏക്കർ ഭൂമി മാത്രമാണ് ആവശ്യമെന്നിരിക്കെ ഭരണസമിതി അനുമതിയില്ലാതെ 50 ഏക്കർ സ്ഥലം ഏറ്റെടുക്കാനായിരുന്നു ശ്രമം. ഭരണസമിതിയുടെ ആഭ്യന്തര അന്വേഷണവും MD അട്ടിമറിച്ചു. ഭരണസമിതിയെ തെറ്റിദ്ധരിപ്പിക്കാനും MD ശ്രമിച്ചതിന്റെ തെളിവ് റിപ്പോർട്ടിന് ലഭിച്ചു. ആ റോഷിപാലുണ്ട്. ആ റോഷിപാൽ ചെറിയ പുള്ളിയല്ല, ഈ രാജ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അരുൺകുമാർ, ഒരു സംശയവുമില്ല. കാരണം തിരുവനന്തപുരം മിൽമ യൂണിയന്റെ കീഴിൽ അൾട്രാ മോഡേൺ ഡയറിയും റിസർച്ച് വിഭാഗവും തുടങ്ങാൻ വേണ്ടിയാണ് 50 ഏക്കർ ഭൂമി അതിന്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന നിലയിൽ പത്രത്തിൽ പരസ്യം നൽകിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു പരസ്യം നൽകുമ്പോൾ ഭരണസമിതി അറിഞ്ഞിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഭരണസമിതിയെ തെറ്റിദ്ധരിപ്പിച്ചു. നേരത്തെ 2025 കാലഘട്ടത്തിൽ ഭരണസമിതി അംഗീകാരം നൽകിയിരുന്നു. അത് മാനേജ്മെന്റ് ഡയറക്ടറെ ഈ സ്ഥലമേറ്റെടുപ്പ് സംബന്ധിച്ച എല്ലാ കാര്യങ്ങൾക്കും ചുമതലപ്പെടുത്തിയെന്നാണ് തെറ്റിദ്ധരിപ്പിച്ചത്. പക്ഷേ അന്നത്തെ ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. മിൽമയിൽ ഇങ്ങനെ ഒരു ഡയറി സ്ഥാപിക്കാൻ വേണ്ടി ഒരു കാരണവശാലും ഭൂമി ഏറ്റെടുക്കാൻ മാനേജിംഗ് ഡയറക്ടർക്ക് ചുമതല നൽകിയിരുന്നില്ല എന്ന് മനസ്സിലാക്കി. മാത്രവുമല്ല, ഗുരുതരമായ അച്ചടക്ക ലംഘനം മാനേജിംഗ് ഡയറക്ടർ രാജ് ഈ കാര്യത്തിൽ നടത്തിയെന്നാണ് കണ്ടെത്തൽ. കാരണം പരമാവധി 10 ഏക്കർ ഭൂമി മാത്രമാണ് ഈ പ്രോജക്റ്റിന് ആവശ്യം. പക്ഷേ 50 ഏക്കർ ഭൂമി വേണമെന്ന പരസ്യം എന്തിനാണ് നൽകിയതെന്ന സംശയമാണ്. അത് ഭൂമി തട്ടിപ്പ് ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു നീക്കം മാനേജിംഗ് ഡയറക്ടർ രാജ് നടത്തിയതെന്ന വിലയിരുത്തലിലേക്ക് ഭരണസമിതി എത്തി. ഈ സാഹചര്യത്തിലാണ് ആഭ്യന്തര അന്വേഷണം തീരുമാനിച്ചത്. ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥന്മാരും ചേർന്ന ഒരു സമിതി ഉണ്ടാക്കി. പക്ഷേ ആ സമിതിക്ക് രേഖകൾ കൈമാറാതെ അന്വേഷണം അട്ടിമറിച്ചു എന്ന ഒരാക്ഷേപം കൂടി നിലനിൽക്കുകയാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരമൊരു തട്ടിപ്പിന്റെ നീക്കം അത് അന്വേഷിക്കാൻ വേണ്ടി രേഖ ആവശ്യപ്പെട്ടപ്പോൾ രേഖ കൈമാറുന്നത് വൈകിപ്പിച്ചു. ഒടുവിൽ ഏതാണ്ട് 1 മാസം പിന്നിട്ടും രേഖ കൈമാറാതെ ആ ഭരണസമിതിയെ പിരിച്ചുവിടാനുള്ള അവസരം ഉണ്ടാക്കി എന്നതാണ് മുൻ ഭരണസമിതി അംഗങ്ങൾ പരാതിയായി ഉയർത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തട്ടിപ്പ് കണ്ടെത്തിയപ്പോൾ ആ തട്ടിപ്പ് പിടിക്കപ്പെടുമെന്നായപ്പോൾ ഭരണസമിതിയെ തന്നെ അട്ടിമറിക്കാൻ മാനേജിംഗ് ഡയറക്ടർ രാജ് നേതൃത്വം നൽകിയെന്നാണ് അവർ മുൻ ഭരണസമിതി ഉയർത്തുന്ന ആക്ഷേപം. ഏതായാലും ഈ 50 ഏക്കർ ആരാണ് കണ്ടെത്താൻ വേണ്ടി അനുമതി മാനേജിംഗ് ഡയറക്ടർ രാജ് നൽകിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കലും ഈ പ്രോജക്റ്റിന് വേണ്ടി ഇത്രത്തോളം ഭൂമി ആവശ്യമായിരുന്നില്ല. എന്നിട്ടും എന്തിനാണ് ഭരണസമിതിയെ അറിയിക്കാതെ ഭരണസമിതിയുടെ അനുമതിയില്ലാതെ ഇത്തരം നീക്കം നടത്തിയെന്ന ചോദ്യമുണ്ട്. ഏതായാലും നേരത്തെ നെയ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആക്ഷേപം നേരിടുന്നുണ്ട് മാനേജിംഗ് ഡയറക്ടർ. അതിന് പുറമെ ടെൻഡർ അട്ടിമറിച്ചു എന്ന ഗുരുതരമായ ഒരു തെളിവുകൾ, അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇതിനോടകം മാനേജിംഗ് ഡയറക്ടർക്കെതിരെ പുറത്തു വന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഭൂമി തട്ടിപ്പിന് കൂടി MD ശ്രമം നടത്തിയെന്നതിന്റെ രേഖകൾ പുറത്തു വരുന്നത്. ഓക്കെ, ഈ വാർത്ത പറയുമ്പോൾ ഒരു ചെറിയ പേഴ്സണലായിട്ടുള്ള പ്രശ്നം. ആ വാർത്ത പറയുമ്പോൾ രാജ് എന്ന് പറയുന്നതിനകത്ത് നാക്കുളുക്കാനുള്ള സാധ്യതയുണ്ട്. നാക്കുളുക്കൽ മാത്രമല്ല, വലിയ പ്രശ്നങ്ങളുണ്ടെന്നാണ് റോഷിപാൽ പറയുന്നത്. നേരത്തെ 2 തട്ടിപ്പുകളുടെ വാർത്ത റോഷിപാൽ തന്നെ പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ മറ്റൊരു ഭൂമി ഏറ്റെടുക്കൽ തട്ടിപ്പിനും ഈ രാജ് ഒരു ശ്രമം നടത്തി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.